എതിരാളികളാൽ കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്ന സ്വാമി ശാശ്വതീകാനന്ദയുടെ 74ാമത്തെ ജന്മദിനമാണെന്ന്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി SNDPയുടെ തലപ്പത്തുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണമുണ്ടായിരുന്നു. ഇതൊരു സംഘടിത കൊലപാതകമായിരുന്നുവെന്നും 2002 ജൂലൈ 1 തിരുവനന്തപുരത്ത് നിന്ന് ആലുവ അദ്വൈതാശ്രമത്തിലെ ശിവഗിരിയുടെ ഡയറക്ട് ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന സ്വാമി ശാശ്വതീകാനന്ദ പെരിയാറിൽ കുളിക്കാനിറങ്ങി. ഏറെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുളിക്കാനിറങ്ങിയ സ്വാമി അവിടെ കരുതിക്കൂട്ടി നിന്ന കൊലയാളി വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് CCTV ക്യാമറകളൊന്നും ഇല്ലാത്ത കാലം. നമുക്കൊപ്പം കൊല്ലപ്പെട്ട സ്വാമിയുടെ സഹോദരി ചേരുന്നു. സ്വാമിയെ കുറിച്ച് എനിക്ക് ഓർമ്മയെന്ന് പറയുന്നത്, സ്വാമികള് ശിവഗിരി മഠത്തിൽ പോയതിനു ശേഷം സന്യാസം സ്വീകരിച്ച് കാവി വേഷധാരിയായിട്ടുള്ള അമ്മ കാണാൻ ചെന്നപ്പോൾ ഉള്ള ഒരു അമ്മയുടെ വിഷമം. അമ്മയ്ക്ക് സ്വാമികളെ പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥനാക്കി ശിവഗിരിയിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ സ്വാമികളെ പഠിക്കാനായിട്ട് ശിവഗിരിയിലോട്ട് വിട്ടത്. അപ്പോൾ അതല്ല, സ്വാമികൾ ഇങ്ങനെ സന്യാസത്തിലോട്ട് അങ്ങ് മാറിയപ്പോൾ സ്വാമികളെ അമ്മ കണ്ടപ്പോൾ സ്വാമിയും അമ്മയും തമ്മിലുള്ള ആ ഒരു സ്വാമികൾ പറഞ്ഞത്, അമ്മയ്ക്ക് ഞാൻ ഒരു സന്യാസം സ്വീകരിച്ചതിൽ അമ്മ ഒരിക്കലും വിഷമിക്കരുത്. അമ്മയ്ക്ക് അത് പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഇപ്പം അമ്മ വിഷമിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ, ഞാൻ വളരെ ചെറുതാണ്, അപ്പോൾ എനിക്ക് അന്നത്തെ ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ആ സ്വാമിയായി മാറിയ അമ്മയുടെ പ്രതീക്ഷയെല്ലാം മാറിപ്പോയി. അപ്പോൾ സ്വാമികളായി അങ്ങനെ വന്നപ്പോൾ അമ്മയ്ക്ക് വളരെ അമ്മയുടെ ഒരു പ്രതീക്ഷ, നമ്മുടെ കുടുംബത്തിൻ്റെ അമ്മയ്ക്കൊരു ഇളയ സഹോദരങ്ങൾ, ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങളെല്ലാം ചെറുതാണ്. അപ്പം സ്വാമിയാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ സ്വാമിയിൽ നിന്നും അമ്മ പ്രതീക്ഷിച്ചത് അമ്മയ്ക്ക് ഒരു താങ്ങായിട്ട്, ഒരു നല്ല ഉദ്യോഗസ്ഥനായിട്ട്, നല്ല പഠിക്കാൻ മിടുക്കനായിരുന്നു. ചെറുതിലേ മുതലേ സ്കൂളിൽ ഫസ്റ്റായിട്ട് പഠിച്ചു വന്നതാ. അത് കഴിഞ്ഞിട്ട് SLCക്കും ഒക്കെ നല്ല ശിവഗിരിയിൽ 8ാം സ്റ്റാൻഡേർഡ് മുതൽ ശിവഗിരി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നല്ല ടീച്ചേഴ്സിനൊക്കെ നല്ല പഠിക്കുന്ന, നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ട് അവരൊക്കെ ഓർമ്മിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു സ്വാമിയുടെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറെ കാണാനിടയായി. നല്ല വയസ്സായ ഒരുപാട് നല്ല അവശതയായെങ്കിലും ടീച്ചർ സ്വാമികളെ കുറിച്ച് ഭയങ്കര നല്ല രീതിയിൽ പറഞ്ഞു. അന്നത്തെ പഠിത്തം അത് കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസത്തിന് പോയതും, കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്വാമിക്ക് വീട്ടിൽ നമുക്ക് അത്ര ഇല്ലാത്ത, അപ്പോൾ കോളേജിലോട്ട് പോകുന്നതിന് മുമ്പ് കോളേജ് വിദ്യാഭ്യാസം വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് പോകണമെന്ന് സ്വാമികൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് വിടാൻ അത്ര അമ്മയ്ക്ക് എല്ലാവരെയും നോക്കണം, ആ കാര്യത്തിൽ അമ്മയ്ക്ക് പറ്റിയില്ല. അപ്പോൾ അവിടെ തന്നെ ശിവഗിരിയിൽ തന്നെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോളേജിൽ ഡിഗ്രി വരെ നല്ലതുപോലെ നല്ല മിടുക്കനായി പഠിച്ചു വന്ന് നല്ല സന്യാസിമാർക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവരുടെ എല്ലാം സംസാരത്തിൽ നിന്ന് മനസ്സിലാവുമായിരുന്നു. ദൈനംദിന ജീവിതത്തിൽ നാം പഞ്ചശുദ്ധി പാലിക്കണമെന്നാണ് ശ്രീ നാരായണ ഗുരുദേവൻ ഉപദേശിച്ചത്. എല്ലാ ഗൃഹങ്ങളിലും ഹൃദയത്തിൽ ഈശ്വരഭക്തി വളർത്തണമെന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം, ആ ദർശനമൂല്യം ജനഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കാൻ ജാഗ്രത കാട്ടിയ സ്വാമി ശാശ്വതീകാനന്ദ സ്വാമിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് 31ാം വയസ്സിൽ ശിവഗിരി ശ്രീനാരായണ മിഷൻ ആശുപത്രി സെക്രട്ടറിയായും ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും 33ാം വയസ്സിൽ ശിവഗിരി മഠാധിപതിയായും സ്വാമിജി നിയോഗിക്കപ്പെട്ടത്. 2002 ജൂലൈ 1 രാവിലെ 9:30 ആലുവ പുഴയിൽ സ്വാമി ജലസമാധിയാകുന്നത്. മത അധിഷ്ഠിത ആത്മീയതയല്ല ഗുരുവിൻ്റേതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് സന്യാസിവര്യനാണ് സ്വാമി മതാതീത ആത്മീയതയെന്ന പുതിയൊരു ചിന്താ പദ്ധതിയിലൂടെ ഗുരുദേവനെ അവതരിപ്പിച്ച വിശ്വമാനവികതയെ പുനർനിർവഹിച്ച സ്വാമി ശാശ്വതീകാനന്ദയുടെ 74ാം ജന്മദിനമാണ്. ശാശ്വതീകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള ഓർമ്മകളും
സ്വാമിയുടെ വിയോഗത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ചും സ്വാമിയുടെ സഹോദരി നമ്മളോടൊപ്പം ചേരുന്നു. പെട്ടെന്ന് രാവിലെ ഒരു ദിവസം ഞാൻ കോളേജിൽ പിന്നെ ഒപ്പിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് കേൾക്കുന്നത് ഇത് കണക്ക് സ്വാമികൾ പിന്നെ ആലുവയിൽ വെച്ച് ഒരു അപകടം ഉണ്ടായി എന്ന്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് താങ്ങാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ പിന്നീട് അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ ആകെ തളർന്നു പോയി. എൻ്റെ അമ്മ അന്ന് ഈ പിന്നെ വിവരം അറിഞ്ഞതിന് ശേഷം അമ്മയ്ക്കത് സഹിക്കാൻ പറ്റിയില്ല. അതിന് ശേഷം അമ്മയുടെ ഓർമ്മ ഒക്കെ വളരെയേറെ മാറി. പിന്നെ അമ്മ എന്തോ പറയുന്നത്, അമ്മയ്ക്ക് അത്രത്തോളം മാനസികമായിട്ട് അമ്മ തളർന്നു പോയി. അത് നമുക്ക് അമ്മയുടെ മരണം, അമ്മ ഇപ്പം 4 വർഷമായി നമ്മുടെ വിട്ട് പോയിട്ട്. അതുവരെ അമ്മയുടെ മനസ്സിൽ ആ ഒരു ദുഃഖം എപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ടെന്നുള്ളത് നമുക്ക് നല്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പിന്നീട് അതുവരെ അമ്മ ഈ സ്വാമികളുടെ ഈ വിയോഗത്തിന് മുമ്പ് വരെ ആ ദിവസങ്ങൾക്ക് മുമ്പ് വരെ നല്ല രീതിയിൽ പിന്നെ നല്ല ഓർമ്മശക്തി എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടന്നു നിന്നിരുന്ന അമ്മയാണ്. അപ്പോൾ ചിട്ടിയൊക്കെ വെച്ച് നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പൊയ്ക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അമ്മ തളർന്നു പോയി. പിന്നെ അന്ന് നമുക്കറിയാം ഇതിൻ്റെ പിന്നിലെന്തോ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം അല്ല സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അന്ന് തന്നെ ഞങ്ങൾ പിന്നെ പറഞ്ഞു ഇത് എന്തോ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. നല്ല പോലെ നീന്താൻ അറിയുന്ന കൊച്ചിലെ തന്നെ ഒരു 10, 12, 11, 10 വയസ്സൊക്കെ ഉള്ളപ്പം കൂട്ടുകാരുമായിട്ട് ഞങ്ങളെ വീടിനടുത്തുള്ള പുഴയിൽ നല്ല മത്സരിച്ച് നീന്തുന്ന ഒരു കുട്ടിയായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലുവ പുഴയിൽ അക്കരെ ഇക്കരെ നീന്തി കയറുമെന്നാണ് കൂടെയുള്ള സന്യാസിമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം നീന്തറിയാവുന്ന വെള്ളത്തിനടിയിൽ കിടക്കാൻ അറിയുന്ന ഒരാൾ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് അങ്ങ് വെള്ളത്തിൽ താന്നു പോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ നല്ലൊരു ശക്തി അതിന് മനഃപൂർവ്വമായിട്ട് അത് ചെയ്യേണ്ട രീതിയിൽ എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ പിന്നെ കേരള ഗവൺമെൻറ്റിന് കോടതിയിലും ഒക്കെ പരാതിയായിട്ട് പോയിട്ട് ഇതുവരെ ഇപ്പോഴും അവർ പറയുന്നത് 21 വർഷം കഴിഞ്ഞു, ഇപ്പോഴും കേസ് അന്വേഷണം നടക്കുന്നെന്നാണ് പറയുന്നത്. ഏത് കേസാണ് ഈ 21 വർഷമായിട്ടും അതിനകത്ത് ഒന്നും മനസ്സിലാവാത്ത ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. 21 വർഷം കൊണ്ട് കേസ് അന്വേഷിച്ചിട്ട് അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ലയോ? എന്താണ് ഇതിനകത്തുള്ളതെന്ന്, ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്നെപ്പോലെ ഈ അണ്ണനുമായിട്ട് നമ്മുടെ സ്വാമിയായിട്ട് ബന്ധമുള്ള ലോകം മൊത്തം എല്ലാ സ്ഥലത്തും എവിടെ പോയാലും സ്വാമിയുടെ പേര് പറഞ്ഞാൽ ഒരു 10 പേരെങ്കിലും കാണും സ്വാമിയെ അറിയുന്ന. അവരൊക്കെ എല്ലാ ആൾക്കാർക്കും സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയും പിന്നെ ആൾക്കാരെല്ലാവരുടെയും മനസ്സിൽ ഇന്നും അതൊരു എന്താ നിഗൂഢതയായിട്ട് തന്നെ നിറഞ്ഞു നിൽക്കുക. ഒന്നും അറിയാൻ പറ്റാത്ത ഇത് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമില്ലേ? അത് നമ്മുടെ ഗവൺമെൻറ് അതിന് അന്വേഷണം, ഗവൺമെൻറ് ആയാലും പിന്നെ കോടതിയിലായാലും ഒന്നും ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും ഓരോ വർഷവും നമ്മൾ ഇതിൻ്റെ പിന്നെ സമാധി ദിന ആചരണം നടക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സ് തിങ്ങി നിറഞ്ഞ നമ്മുടെ വേദനയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും പിന്നെ സ്വാമികളുടെ ആ ഓർമ്മ ദിവസം നമ്മളെ കഴിയുന്ന കുറേ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുപാട് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഓരോ വർഷവും നടക്കുമ്പോഴും ഈ വർഷമെങ്കിലും നമുക്കത് എന്തെങ്കിലും രീതിയിൽ ദൈവം അത് കാണിച്ചു തരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ഓരോ വർഷവും പോകുന്നത്. ഇതുവരെ എന്ത് സംഭവിച്ചെന്ന് ഇതുവരെ ആർക്കും ഒന്നും മനസ്സിലാകാൻ പറ്റാത്തൊരു നിഗൂഢതയായിട്ട് തന്നെ അത് നിൽക്കുക.